ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു വൺ ന്യൂ വീഡിയോ. സാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഇന്നിപ്പോൾ മൂന്നാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പുറത്ത് നിന്നപ്പോൾ ചൈനീസ് ബോൾസ് ഒരുപാട് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ ചാടി കയറി കാണാൻ വേണ്ടിയിട്ട് ഒരു എൻട്രൻസ് ഫീസ് വരുന്നത് 50 റുപ്പീസ് ആയിരുന്നു കേട്ടോ. 50 രൂപയായിരുന്നു നമുക്ക് എൻട്രൻസ് ഫീസ് വന്ന്. നമ്മളവിടെ കയറിയപ്പോൾ തന്നെ കുറേ പണിക്കാരുണ്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി. കയറിയപ്പോൾ തന്നെ നമ്മുടെ ഫ്ലെയിം വൈൻ നമുക്ക് അവിടെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്രീപ്പേഴ്സ് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പെട്ടൂണിയാസ്, ഡാലിയ, അതുപോലെ ജെറേനിയം, എല്ലാ പ്ലാന്റ്സും, ഒരുപാട് പ്ലാന്റ്സിൻ്റെ പേര് എനിക്കറിയില്ല, അതുപോലെ പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ. ഒരു സൈഡിൽ ഫുൾ കലാത്തിയുടെ ഒരു കളക്ഷൻ വെച്ചിരുന്നു. ഒരു ഗാർഡൻ അതിമനോഹരമായിട്ട്. ഒരു 50 രൂപ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 150 അല്ലെങ്കിൽ 200 രൂപ പാസിനുള്ള അത്രോളം മുതലായിട്ടുണ്ട്. നമുക്ക് അതുപോലെ ഇഷ്ടമായിരുന്നു. ഉള്ളു ഫുള്ള് നിറച്ച് ചെടികൾ, അതെന്ന് വെച്ചാൽ ഫുള്ള് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതായിരുന്നു. അപ്പം നമ്മൾ ഇത് ബട്ടൺ റോസിൻ്റെ സെക്ഷനാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാടൻ പെറ്റൂണിയാസ്, വൈറ്റും വയലറ്റും ആയിരുന്നു ഇവിടെ കണ്ടിരുന്നത്. ഞാൻ ഇവിടെ വൈറ്റും വയലറ്റും ആയിരുന്നു കണ്ടിരുന്നത്. അപ്പം ഇത് കാണുന്നത് നമ്മുടെ കമേലിയാണ് കേട്ടോ. കമേലിയ എല്ലാവർക്കും അറിയാലോ. കമേലിയ, അസീലിയ ഒരുപാട് വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു. അസീലിയാണ് കേട്ടോ, അസീലിയാണ്. പിന്നെ നമ്മുടെ നോർമലി ആന്തൂര്യത്തിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. നാടൻ ആന്തൂര്യൻസ് ആയിരുന്നു കൂടുതലും വെച്ചിരുന്നത്. അതിനകത്ത് നമുക്ക് ഒരു മിനിയേച്ചർ ഒന്നും ഞാൻ അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കയ്യിലില്ലാത്ത ഒരുപാട് കളക്ഷൻസ് ചൈനീസ് ബോൾസംസ്. ഞാൻ പറഞ്ഞല്ലോ, ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് ചൈനീസ് ബോൾസൊക്കെ. നമ്മുടെ ആ ഒരു ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു കുമ്മളിയിലും കട്ടപ്പനയിലും ഒക്കെയാണ് ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്ത ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചൈനീസ് ബോൾസംസ് ഈ ഒരു സൈഡിലുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മിനിയേച്ചറും തായ്ലൻഡും കുള്ളനും പൂനെ ഇമ്പോർട്ടഡും എല്ലാം. ഇത് തായ്ലൻഡൊക്കെ ഇരിക്കുന്നതല്ലേ, നിറച്ച് ബുഷി ആയിട്ടുള്ള ചൈനീസ് ബോൾസംസ് ആയിരുന്നു ഇവിടെ നിറച്ചുണ്ടായിരുന്നു. ഇവിടെ സെയിലും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്, സെയിലും ഉണ്ട്. അപ്പം ഇങ്ങനെ നിറച്ച് ചൈനീസ് ബോൾസംസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഓരോരോ ചെടികൾ പുതിയത് ഒരെണ്ണം പോലും കരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത പ്ലാന്റ് ആയി വരുന്ന പോലെ നിറച്ചുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ള ഒരു ചൈനീസ് ബോൾസ് ആണ് കേട്ടോ ഇത്. അങ്ങനെ ഇതിനകത്ത് എൻ്റെ കയ്യിൽ ഓറഞ്ചാണ് എപ്പോഴും ഒരു കമ്മി വരുന്നത്. ഓറഞ്ചിൻ്റെ ഒരു കമനീയ ശേഖരം, അതായത് വെരിഗേറ്റഡ് ലീഫും നോൺ വെരിഗേറ്റഡ് ലീഫും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കമനീയ ശേഖരം ഓറഞ്ചിൻ്റെ ചൈനീസ് ബോൾസംസ് ഇവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. നേരത്തെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നോൺ വെരിഗേറ്റഡ് ലീഫിൽ ഓറഞ്ചിന് ഉള്ളിൽ റെഡ് വരുന്ന ഒരു കോമ്പിനേഷൻ. ഇതൊരു കലാത്തിയയുടെ സെക്ഷൻസ് ആണ്. ഒരു നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് കലാത്തിയുടെ ഒരു 1 സെക്ഷൻ. കലാത്തിയ, ബിഗോണിയാസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ പ്ലാന്റിൻ്റെയൊക്കെ പേരിങ്ങനെ വായിച്ചു നോക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ പ്ലാന്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഈ ഡാലിയയുടെ കാര്യം എടുത്ത് പറയണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡാലിയയുടെ വലിയ ഫ്ലവറാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് ഞാൻ സാധാരണ എൻ്റെ ഒരു കൈക്കുമ്പിൾ 2 കൈക്കുമ്പിൾ കാണിക്കുന്നത്, അതിൻ്റെയൊക്കെ 100 ഇരട്ടി വലിപ്പമുള്ള ഡാലിയ പൂക്കളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ഇടുക്കിക്കാർക്ക് നമുക്ക് അത്രയും ഒരു ഒന്നും തോന്നില്ല, നമ്മൾ എന്നും കണ്ട്. പക്ഷേ ഡാലിയ കാണുമ്പോൾ ഇത്രയും വലിയ ഫ്ലവറോ എന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷേ നമുക്ക് ഇടുക്കിയിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇത്രയും വലിയ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു പരിധിയിൽ കൂടുതലും നമ്മുടെ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് കേട്ടോ ഫ്ലവർ വയ്ക്കുന്നതായിട്ട്. കാരണം രാത്രിയും ഒരു പകലുള്ളൊരു ചൂട് ഒഴിച്ചാൽ രാത്രിയൊക്കെ ഭയങ്കര AC-നെക്കാട്ടിലും ഭയങ്കര തണുപ്പല്ലേ ഇവിടെ. അപ്പം നല്ല വലിയ ഫ്ലവേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. ഞാൻ എല്ലാത്തിൻ്റെ പേര് വായിച്ച് നോക്കുന്നത്. ഡെയ്സിയുടെ ഒക്കെ ഒരു ഇനത്തിൽപ്പെട്ട പ്ലാന്റ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് അറിയത്തില്ലത് ഞാൻ തെറ്റ് പറഞ്ഞ പ്ലാന്റ്സ്, ഇതിൻ്റെയൊക്കെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തെറ്റ് പറഞ്ഞ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തരിക കേട്ടോ. ഇത് ഇന്ന പ്ലാന്റ് അല്ല, വേറെ പ്ലാന്റാന്ന് പറഞ്ഞ്. പിന്നെ നമ്മുടെ നോർമൽ മൾട്ടി പെറ്റൽ ബിഗോണിയാസ്, ഡബിൾ പെറ്റൽ ചൈനീസ് ബോൾസും ഈ ഒരു പിങ്ക് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. ഇവരയിൽ അധികം വെറൈറ്റീസ് ഡബിൾ പെറ്റൽ ചൈനീസ് ബോൾസത്തിൻ്റെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങോട്ട് മാറി ഫുൾ നമ്മുടെ ജെറേനിയംസ്. ഞാൻ പറഞ്ഞല്ലോ, ജെറേനിയത്തിന് നമുക്ക് കുറേ സെക്ഷൻസ് ഉണ്ട്. ഇത് ഫുൾ ജെറേനിയംസ് ആണ് കേട്ടോ. അപ്പം ജെറേനിയത്തിൻ്റെ കുറേ കളേഴ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഐവിയും ബുഷും എല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടില്ലേ, ഈ ജെറേനിയംസ് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. നമുക്കൊരു 30 വെറൈറ്റീസ് ഓഫ് ജെറേനിയം ഉണ്ടായിരുന്നതാണ്. ഇപ്പം നമുക്ക് ജെറേനിയം സ്റ്റോക്കൊന്നും കഴിഞ്ഞത്. ഒരുപാട് ജെറേനിയം കണ്ടു. ജെറേനിയം എല്ലാം നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജെറേനിയം എല്ലാം കണ്ടിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുമായിരുന്നു. അപ്പം ഇതിനകത്ത് ഈ ഒരു നല്ല ടോപ്പിലായിട്ടും താഴെയായിട്ടും ഒക്കെ കൂടുതലും ഡാലിയാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്.
ഒരുപാട് പേര് അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട് പ്ലാന്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുഷിയായിട്ടും അത്രയും നല്ല ഫ്ലവറുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വരുന്നവർ പകുതി ആൾക്കാരും ഒരുപാട് ചെടികൾ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കെയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് ഒരുപാട് വീഡിയോ വെച്ചാൽ ഒരുപാട് സ്ഥലം ഒരു ദിവസം കൊണ്ട് നമ്മൾ ട്രിപ്പ് പോയാണ്. ഒരുപാട് സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. ഞാൻ വീഡിയോ എടുത്തു അന്നേരം ഇങ്ങ് പോന്നു. വീഡിയോ ഒക്കെ നല്ല സ്പീഡിലായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഈ ചെടിയൊക്കെ ഏതാണെന്ന് പോലും എനിക്കറിയില്ല. ഇതിനൊന്നും പേര് എനിക്ക് ഒട്ടും അറിവുണ്ടായിരുന്നില്ല. എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു. ഇതൊക്കെ നമുക്ക് ചെറിയ കലാഞ്ചിയുടെ ഫ്ലവർ പോലെയൊക്കെ നിൽക്കും. പക്ഷേ കലാഞ്ചി ഒന്നും അല്ല കേട്ടോ, ഡയാന്തസിൻ്റെ ഒക്കെ ലീഫ് പോലെയാണ് ഈ ഒരു പ്ലാന്റൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ റോസ്, പിന്നെ ചൈനീസ് ബോൾസംസ്, പിന്നെ നമ്മുടെ മാരിഗോൾഡ് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഡാലിയ. ഇത്രയാണ് ഏറ്റവും കൂടുതലുള്ള പ്ലാന്റ്സ്. നോക്കി ഒരുപാട് മാരിഗോൾഡിൻ്റെ ചെടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് ഹൈബ്രിഡ് എനാണ് കേട്ടോ. ചില ആൾക്കാരൊക്കെ ഇതിന് കരിഞ്ഞ പൂക്കളൊക്കെ പറിച്ചിട്ട് പോകുന്നുണ്ട്. ഹൈബ്രിഡ് എനാണ്, കുള്ളനാണ്. നമുക്കിത് നമ്മുടെ ഗാർഡനിൽ സെയിലിനുണ്ടായിരുന്നു. കുറേ ഡാലിയാസും മാരിഗോൾഡും ഈ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ നിൽക്കുന്നത് കാണാൻ വേണ്ടി. നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ ഒരു മഞ്ഞ നമ്മൾ നോക്കി നിന്ന് പോവായിരുന്നു. അങ്ങനെ സ്റ്റെയർ ഇറങ്ങി ഫസ്റ്റ് ഒന്ന് ടോപ്പിൽ പോയി കണ്ടിട്ട് പിന്നെ താഴോട്ട് വീണ്ടും ഇറങ്ങി വീണ്ടും മുകളിലോട്ട് കയറി പോവാണ്. അപ്പോൾ അവിടെയും നമുക്ക് കുറേ ചെടികൾ. ഇത് നമ്മുടെ സീനിയാണ് കേട്ടോ. ഇത് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മളെ മൂന്നാർ ആ ഒരു ലൊക്കാലിറ്റി ഫുൾ ഈ ഒരു സീനിയ, എല്ലാ ഗാർഡനിലും അല്ലെങ്കിൽ പാർക്കിലും ഒക്കെ ചെന്നാലും നമുക്ക് ഈ ഒരു സീനിയ, ഈ ഒരു കുള്ളൻ ടൈപ്സ് സീനിയസ് ഒത്തിരി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബട്ടൺ റോസസ്, വലിയ റോസസ്, റോസിൻ്റെ തന്നെ ഒരു കമനീയ ശേഖരം ഈ ഒരു സ്ഥലത്തെല്ലാം ഒരു പാർക്കിലും അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ നോക്കിയാലും ഒത്തിരി റോസിൻ്റെ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനകത്ത് വെരിഗേറ്റഡ് ആയിട്ടുള്ള പെറ്റൽസ് വരുന്ന റോസസും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇവിടുത്തെ റോസ് ഒന്നും ഞാൻ അധികം അടുത്ത് പോയി സൂം ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ബൊഗെയിൻവില്ല ഒട്ടുമില്ലായിരുന്നു കേട്ടോ. ബൊഗെയിൻവില്ല മാത്രം ഞാനിവിടെ കണ്ടില്ല, ബാക്കി എല്ലാ പ്ലാന്റും കണ്ടു. ഇനി ബൊഗെയിൻവില്ല കാണുമായിരിക്കും. ഞാൻ ഫുള്ള് ഇതിൻ്റെ ഒന്നും കവർ ചെയ്തിട്ടില്ലായിരുന്നു. കവർ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൂന്നാറൊക്കെ ചെല്ലുന്നവർ മസ്റ്റായിട്ട് ഈ ഗാർഡൻ വിസിറ്റ് ചെയ്യുക. നമുക്ക് ഒരുപാട് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്, പ്രത്യേക ഒരു മനസ്സിന് സന്തോഷമാണ്. നമ്മുടെ എല്ലാ ടെൻഷനും റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ ഒരു ആദ്യമേ നമ്മൾ പോയിട്ട് തിരിച്ച് വരാനാണ് വിചാരിച്ചത്. പക്ഷേ ഇല്ല, ഗാർഡൻ കണ്ടപ്പോഴത്തേനും നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സീനിയ പോലത്തെ എന്തോ ചെടിയാണ്. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് സത്യം പറഞ്ഞാൽ, ഗാർഡനറൊക്കെയാണ്, ഇതിൻ്റെ ഒന്നും പേര് സത്യം പറഞ്ഞാൽ എനിക്ക് അറിവില്ല. ചില ആൾക്കാരൊക്കെ ഈ പ്ലാന്റ്സ് ആണ് കൂടുതലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇതുപോലത്തെ മഞ്ഞ കളറിൽ പൂക്കളുള്ളതാണ് എല്ലാവർക്കും. മഞ്ഞയാന്ന് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടം. കുറേ ആൾക്കാർ അത് തന്നെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു റോസിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. അതുപോലെ ചൈനീസ് ബോൾസത്തിനോടും ഇഷ്ടമാണ്. നോക്കി, ഇതൊക്കെ പ്യുവർ ലാവൻഡർ, നമ്മളെ കുള്ളൻ, അതായത് പൂനെയും ബോർഡർ വെറൈറ്റിക്കകത്ത് വരുന്ന, പക്ഷേ പൂനെയും ബോർഡർ അല്ല കേട്ടോ, ആ ഒരു പെറ്റൽ പോലെ ഇരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡിൽ നിറച്ച് പൂത്തി നിൽക്കുന്ന ചൈനീസ് ബോൾസംസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന വേറെ കുറച്ച് വെറൈറ്റീസും. പിന്നെ നമ്മളൊരു റോസ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു റോസ് പിന്നെ റിപ്പീറ്റ് കാണാൻ പറ്റില്ല. പല വെറൈറ്റി കളറിലെ റോസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ എൻ്റെ കയ്യിൽ എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പിങ്കും മജന്തായും കൂടെ മൾട്ടി ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ്. അതുകൂടാതെ നമ്മുടെ കയ്യിൽ നോക്കിയേ, നമ്മുടെ കയ്യിലുള്ള കുറച്ച് ചൈനീസ് ബോൾസംസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം പുതിയ പുതിയ വെറൈറ്റീസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. പഴയ ഹൈബ്രിഡ്സ് ഒന്നും അല്ല, പുതിയ ഹൈബ്രിഡ്സ് ആണ് തോന്നുന്നു ഇവർ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്. ഡാലിയ ആണെങ്കിലും ഒരു വലിയ പ്ലാന്റ്സ് ആണ് വെച്ചാൽ നല്ല വെറൈറ്റീസ് ആണ്. നമ്മൾ സാധാരണ കാണുന്ന ഒരു കുഞ്ഞൻ പൂക്കൾ ഡാലിയ അങ്ങനത്തെ ഒന്നും അല്ല കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല വെറൈറ്റീസാണ്. അത്യാവശ്യം നല്ല വിലയുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ നിൽക്കുന്നത്. ലൻഡാന അധികം ഉണ്ടായിരുന്നില്ല, 1-2 കളേഴ്സ് മാത്രമായിരുന്നു ലൻഡാന ഉണ്ടായിരുന്നത്. ഈ ഒരു വയലറ്റും യെല്ലോയും അതായിരുന്നു ലൻഡാന ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ റോസിന് ബട്ടൺ റോസ് അല്ലെങ്കിൽ മിനി റോസ് എന്നൊക്കെ പറയത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെയൊക്കെ ആക്ച്വൽ പേര് എല്ലാത്തിലും ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം വായിച്ച് മനസ്സിലാക്കി പോരാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ മൂന്നാർ ചെല്ലുന്നവർ ബൊട്ടാണിക്കൽ ഗാർഡനും കൂടാതെ കുറേ ഗാർഡൻസ് വേറെ എക്സ്ട്രാ ഉണ്ട്, അതെല്ലാം വിസിറ്റ് ചെയ്യുക. അവർ പറയുന്ന അത്രയും വില കൊടുത്ത് വാങ്ങിക്കരുത് കേട്ടോ, കുറച്ച് കൂടുതലായിരിക്കും വില പറയുന്നത്. അപ്പം 100 ചൈനീസ് ബോൾസംസ് ഒക്കെ ആണെങ്കിലും 100 രൂപ കൂടുതലുള്ളതൊന്നും വാങ്ങിക്കല്ല്, അതിൽ താന്നേ വാങ്ങിക്കാവുള്ളൂ കേട്ടോ. എപ്പോഴും പ്ലാന്റ് വാങ്ങിക്കുമ്പോഴത്തേന് എപ്പോഴും ചെറിയ തൈകൾ നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒത്തിരി ബുഷി പ്ലാന്റ് മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ചെല്ലുമ്പോഴത്തേന് നാശമായി പോകും കേട്ടോ. അതുകൊണ്ട് ചെറിയ പ്ലാന്റ്സ് വാങ്ങിക്കാൻ ശ്രമിക്കുക. സീനിയ നോക്കിയാൽ വൈറ്റ്, റെഡ്, യെല്ലോ, ഓറഞ്ച് അങ്ങനത്തെ കുറേ
കളേഴ്സ് പല വെറൈറ്റി സീനിയാസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൂന്നാർ ചെന്നപ്പോഴാട്ടോ ഞാൻ ആദ്യമായിട്ട് അതായത് സൺഫ്ലവറിൻ്റെ വേറൊരു വെറൈറ്റി കാണുന്നത്. അതിൻ്റെ റീൽ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പം ഒരു ചെറിയ അതായത് മിനിയേച്ചർ സൺഫ്ലവർ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു മൂന്നാർ ചെന്നപ്പോഴത്തേന് കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊരു നാളെയോ മറ്റന്നാളോ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാം അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ ഈ പൂക്കളുടെ കാര്യം വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന പോലെയല്ല, നമ്മൾ എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ ചുറ്റും നിറച്ച് പൂക്കൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണെന്ന് പറയാം. അത് എത്ര മനോഹരമായിട്ട് എന്തോരം പണിക്കാർ, കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള പണിക്കാരാണ് കൂടുതലും ഉള്ളത്. അവരാണ് കേട്ടോ ഒരു ഏരിയ ഫുൾ അവരാണ് കൂടുതലും ഉള്ളത്. അപ്പം എല്ലാവരും അത് നല്ല വൃത്തിക്ക് രാവിലെ മുതൽ തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഇഷ്ടംപോലെ നമ്മൾ തലയിലൊക്കെ ചട്ടി വെച്ചിട്ടാണ് അവർ എപ്പോഴും കയറി പോകുന്നത് ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാം. വീണ്ടും ഞാൻ താഴോട്ട് ഇറങ്ങി വരുവാണ്. ഇവിടെ ഇന്ത്യൻ ക്ലോക്ക് വൈൻ ആണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ക്ലോക്ക് വൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഫുള്ള് ചൈനീസ് ബോൾസംസ് ആണ് കാണുന്നത്. ഇതിൻ്റെ താഴെയും കുറച്ച് ഡാലിയാസ് അവർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. അവർ ഫോട്ടോ എടുക്കാനൊക്കെ പോസ് ചെയ്യുന്നുണ്ട്. നല്ല കാറ്റായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ഗാർഡനിലേക്ക് വരുന്നതിന് വന്ന് അവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത ടൈം കൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്കോട്ട് കമ്പുകൾ കൊടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുക്കിക്കാർക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്ത കാറ്റാണ്. നമ്മൾ പറത്തിക്കൊണ്ട് പോകുന്നത്രയോളം കാറ്റായിരുന്നു. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അപ്പം ഇന്ത്യൻ ക്ലോക്ക് വൈൻ ഇപ്പോൾ ഉണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ഒരു യെല്ലോ ഇല്ലായിരുന്നു, ശരണാന്തൽ എന്ന് പറഞ്ഞ ആ ഒരു യെല്ലോ ഇല്ലായിരുന്നു. ബാക്കി മറ്റേ നോർമൽ പിങ്ക് കളറിലെ ഇന്ത്യൻ ക്ലോക്ക് വൈൻ ആയിരുന്നു അവർ ഉണ്ടായിരുന്നത്. നമ്മുടെ ജേഡ് വൈൻ പോലത്തെ വേറെ ക്രീപ്പേഴ്സ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഫ്ലെയിം വൈൻ മാത്രമേ നമ്മൾ ആകെ അവിടെ വേറെ ക്രീപ്പർ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണ് കേട്ടോ ഒരുപാട് ഡാലിയ പൂക്കളുള്ളത്. അപ്പം ഞാൻ ഈ ഡാലിയ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് മണ്ടയ്ക്കോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. ചൈനീസ് ബോൾസ് എനിക്ക് തോന്നുന്നു ഏകദേശം 10-25 വെറൈറ്റി പ്ലാന്റ്സ് തന്നെ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ പുതിയ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ചൊന്ന് പഴകിയ പ്ലാന്റ്സ് ആണ്. പ്രൂണിങ്ങിൻ്റെ ഒക്കെ ടൈമിലേക്ക് ആകുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പം പ്രത്യേകം പൂക്കളിലൊന്നും പിടിക്കരുതെന്ന് ഇവർ നിർദ്ദേശം തന്നിട്ടുണ്ട്. നോക്കി ഇവിടുത്തെ ഡാലിയയുടെ വലുപ്പം നോക്കി, എന്തോരം വലിയ ഡാലിയ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ നോർമലി ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ ഇത്രയും വലിപ്പമുള്ള ഡാലിയാണ് കിട്ടുന്നത്. പക്ഷേ യെല്ലോ ഒക്കെ ഭയങ്കര വലിപ്പമാണ്. ഇത് നമ്മുടെ ഇല്ലാത്ത വെറൈറ്റിയാണ് കേട്ടോ. ഈ ഒരു ഡാലിയ നമ്മുടെ ഇല്ലാത്ത വെറൈറ്റിയാണ്. യെല്ലോയുടെയൊക്കെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ നമ്മൾ കാണുന്ന പോലെയല്ല, ഭയങ്കര വലിയ ഫ്ലവറാണ് കേട്ടോ. നല്ല വലിയ ഫ്ലവറാണ് ഈ ഒരു യെല്ലോയുടെ ഫ്ലവർ എന്നൊക്കെ പറഞ്ഞാൽ, നല്ല വലിയ ഫ്ലവർ. ഇത് നമ്മുടെ നോർമലി ഉള്ള ഡാലിയാണ് കേട്ടോ. പക്ഷേ നമ്മൾക്കിതെല്ലാം കൂടി ഇങ്ങനെ കൂടി നിന്നപ്പം നല്ല രീതിയിൽ വളം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട്. അതുപോലെ കാലാവസ്ഥ, മണ്ണ് എല്ലാം ഇതിൻ്റെ വളർച്ചയെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഫുള്ള് വലിയ പൂക്കളുള്ള ഡാലിയായിരുന്നു. മേളിൽ നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡാലിയ ഉള്ളായിരുന്നു. കാരണം നമുക്ക് അടുത്ത് പോയി നിന്ന് എടുക്കാൻ പറ്റില്ലായിരുന്നു. നമുക്ക് അടുത്ത് പോയി നിന്ന് എടുക്കാൻ പറ്റുന്ന ഡാലിയാസ് ആയിരുന്നു. ഡാലിയ നിന്ന് കണ്ട് കുറേ നേരം ഞാൻ ഡാലിയ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് 1-2 വെറൈറ്റീസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ള ഡാലിയാസ് തന്നെയാണ് കേട്ടോ. അപ്പം ഡാലിയാസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ബാക്കി, അതായത് ഇടുക്കി, വയനാട് ഒഴിച്ച് ബാക്കി നാടുകളിൽ ഇത്രയും വലിയ ഡാലിയ പൂക്കൾ ഒരിക്കലും കിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ കേരളത്തിലെ കേസാണ് പറഞ്ഞത്. അപ്പോൾ ഡാലിയ ഇതുപോലെ വലിയ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ വാങ്ങിച്ച് വെക്കുമ്പോൾ കാണും. പിന്നെ നെക്സ്റ്റ് ടൈം തൊട്ട് ചെറിയ പൂക്കളായിരിക്കും നമുക്ക് ഡാലിയയ്ക്ക് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഡാലിയ ഇനി വാങ്ങിച്ച് വെച്ചിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് മുളയൊക്കെ പൊട്ടി വരുന്നതല്ല ഡാലിയ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഡാലിയ ഒന്നായി വരാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഞാൻ അതിൻ്റെ ബാക്കി താഴേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കൂടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ അധികം ഇവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ താഴോട്ടും ബാക്കിയുള്ള പൂക്കളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മാരിഗോൾഡ് ഞാൻ പറഞ്ഞില്ലേ, ഒരു മേളുണ്ടായിരുന്ന ഒരു കഴിഞ്ഞ പിന്നെ താഴോട്ട് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. മാരിഗോൾഡ്, വീണ്ടും ചൈനീസ് ബോൾസംസ്, ഡാലിയാസ്. റിപ്പീറ്റാണ് കേട്ടോ ഇതെല്ലാം. പല വെറൈറ്റീസ് ആയിരിക്കും ഒരു വെക്കുന്നത്, പക്ഷേ റിപ്പീറ്റാണ്. അത്യാവശ്യം നല്ല സ്ഥലത്ത് ഈ ഒരു ഗാർഡൻ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷം തോന്നി. ഇത് കണ്ടപ്പോഴത്തേനും നമ്മളങ്ങ് മതിമറന്ന് നിന്ന് പോകുന്നു. കാരണം നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാനെന്നല്ല, കേരളത്തിൽ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഗാർഡനിങ്ങിന് വേണ്ടി നല്ലൊരു സമയം മാറ്റിവെക്കുന്ന ആൾക്കാരാണുള്ളത്. അപ്പം എല്ലാവരും ആരും മിസ് ചെയ്യാതെ ഇവിടെ കയറി ഇതെല്ലാം ഓരോന്ന് പല ആൾക്കാരും അവിടെ നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചത് എന്ത് ചെടിയാണ്. അസീലിയൊക്കെ ഫസ്റ്റ് ടൈം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കമേലി ഇവിടെ അധികം ഉണ്ടായിരുന്നില്ല, 1-2 പ്ലാന്റ്സേ ഉള്ളൂ.
അസേലിയൊക്കെ ഒരുപാട് പേര് ഇതെന്ത് പ്ലാന്റാന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം തോന്നി. അപ്പം ജെറബറാസ് ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജെറബറ അധികം ഇവിടെ ഉണ്ടായിരുന്നില്ല. ജെറബറ പൊതുവേ ഈ ഒരു നാട്ടിൽ എല്ലാ സ്ഥലത്തും കുറവാണ് കേട്ടോ കാണുന്നത്. വല്ലപ്പോഴും ചില സ്ഥലത്ത് മാത്രം അധികം പ്ലാന്റ്സ് കണ്ടാലായി, അല്ലെങ്കിൽ അധികം പ്ലാന്റ്സും എങ്ങും കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ബിഗോണിയയുടെ കമനീയ ശേഖരം കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് സെയിൽ വീഡിയോ ഒന്നുമല്ല, ഇങ്ങനൊരു സ്പോട്ട് അവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. ഒരുപാട് നല്ല ചെടികളും പൂക്കളും ഒത്തിരി കാണാൻ വേണ്ടിയിട്ടുണ്ട്. മൂന്നാർ പോകുന്ന ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ഗാർഡൻ കയറി കാണുക കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും അടുത്ത സെയിൽ വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ ബൈ. ഓക്കേ.